ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇവമോൾ എന്തിനാ കാരന്? ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇപ്പോൾ എണീച്ചിട്ടേ ഉള്ളൂ. നമ്മൾ ദിവമോളെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോവാണ് കേട്ടോ. അപ്പം ഞാൻ വേഗം പോയി ദിവമോളെ അതുപോലെ തന്നെ ഞാനും മാറ്റി റെഡി ആയിട്ട് വരാം. മുട്ടൊക്കെ നമുക്ക് അറുത്തിട്ട് പോവാ. മുട്ടായി ചോക്ലേറ്റിന്റെ മുട്ടായി. ഇതൊന്നും ആക്കണ്ടല്ല, ഒന്നുമില്ല, ഒന്നും ആക്കണ്ട. പച്ചക്കറി കടയിലെത്തി. പച്ചക്കറി എന്താ കുഞ്ഞാണ്ട്? എന്താ നമ്മള് കാബേജ് ആണോ പെരിക്ക്? ക്യാരറ്റോ? തക്കാളി വാങ്ങണം. വാങ്ങമനത്തൊക്കെ വെള്ളരി വാങ്ങാം അല്ലേ? വെള്ളരി ഞാൻ മോര് കറി വെക്കാനും നോക്കാം. വെള്ളത്തെല്ലാം വാങ്ങാൻ. ക്യാരറ്റ് വേണോ? ഞാൻ ബീട്രൂട്ട് 2 വാങ്ങട്ടെ. ഉള്ളി അതുവരെ മതി, കുറച്ചാടെ ഉണ്ട്. ഗായ്സ്, അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് വെക്കണം, കറി വെക്കണം. അപ്പം ചിക്കനൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി എന്താ പരിപാടി? വേഗം ചോറ് വെക്കുക, ചിക്കൻ കറി വെക്കാൻ. എന്നിട്ട് വേഗം ചോറ് തിന്നാം. അപ്പോൾ വാങ്ങിയ സാധനങ്ങളൊക്കെ കാണിച്ചു തരാം. ഇതാകെ ഉണ്ടായിരുന്ന പച്ചക്കറി ഇതാണ് കേട്ടോ. വീട്ടിലിപ്പോൾ നമ്മൾ വാങ്ങിയ പച്ചക്കറി ഒക്കെ നമുക്ക് ഇതിലേക്ക് ആക്കി കൊടുക്കാം. കറിവേപ്പിലത് ഒഴിച്ച് മടക്കിയിട്ടൊക്കെയാണ് ഇവിടെ. കറിവേപ്പിലുണ്ട്. കറിവേപ്പില നമുക്ക് മാറ്റി വെക്കാം ഗൈസ്. ഓക്കെ, പിന്നെ ഇത് 2 കക്കിരി വാങ്ങിയിട്ടുണ്ട്. വെറുതെ ഇരിക്കുമ്പോൾ ഉപ്പാക്കിയിട്ട് തിന്നാൻ മുറിച്ചിട്ടിട്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ കക്കിരി ഇതൊക്കെ കൊടുക്കട്ടെ. തൈര് വാങ്ങിയിട്ടുണ്ട് നമുക്ക് മോര് കറി വെക്കാൻ കേട്ടോ. തൈര്, കക്കറി ഇത് കിട്ടുന്നില്ലല്ലോ. 100 വെളുത്തുള്ളിക്ക് 100-ന് എത്രയാ? 38 40 അങ്ങനെ എന്താണ് കേട്ടോ. 100 വെളുത്തുള്ളി കണ്ടോ, 3 എണ്ണം. അപ്പോൾ അതും ഇതുകൂടെ നാശമായതാണോ? അല്ല അല്ലേ. 100 വെളുത്തുള്ളി. പിന്നെയുള്ള തക്കാളി, ഉരുളക്കിഴങ്ങ്, അതൊക്കെയാണ് കേട്ടോ. തക്കാളിക്ക് നമുക്ക് ഇതിലേക്ക് എടുത്തിടാം. ഉരുളക്കിഴങ്ങ് തക്കാളിക്ക് നിൽക്കുമെന്ന് ആർക്കറിയാം. അങ്ങനെ ആക്കല്ലോ. പിന്നെ നേരത്തെ ഇട്ടിട്ടുണ്ട്. ടൊമാറ്റോ
അപ്പോൾ ടൊമാറ്റോ അങ്ങോട്ടായിട്ട് പച്ചമുളകിന് എല്ലാം കൊണ്ട് ഞാൻ വാങ്ങിയിട്ടില്ല. പിന്നെ 1 കിലോ ഉള്ളി വാങ്ങിയിട്ടുണ്ട്. ഉള്ളിയൊക്കെ ഞാൻ ഇരിക്കും അടുക്കടുക്ക്. പിന്നെ ഉരുളക്കിഴങ്ങുണ്ട്, ബീട്രൂട്ട് ഉണ്ട്. ബീട്രൂട്ട് ഒക്കെ ഇവിടെ തന്നെ വെക്കാല്ലേ, ചെടിയിൽ അവിടെ നിന്നോട്ടെ. പിന്നെ നമ്മളെ കക്കിരി, പിന്നെ വെളുത്തുള്ളി, പിന്നെന്താ തൈര് നമുക്ക് ഫ്രിഡ്ജിൽ അങ്ങനെ എടുത്ത് വെക്കാം. പിന്നെ വെള്ളരി, ഇതെന്താണ് കയ്യിൽ വെള്ളരി, ഇത് നമുക്ക് വേറെ ഇതിൽ വെക്കാം. പിന്നെ ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് ഇതിൽ നിന്നോട്ടെ, കയ്യിൽ തന്നെ നിന്നോട്ടെ. ഇപ്പം ഇങ്ങനെ മാറ്റിയിടുന്നില്ല, അതിൽ നിന്നോട്ടെ. ഓ അങ്ങനെ പച്ചക്കറി ഫുള്ളായിട്ടുണ്ട് ഗൈസ്. ഇനി ഇതാ ഇനി ഒരു 2 ആഴ്ചത്തേക്ക് പച്ചക്കറി വാങ്ങണ്ട. പിന്നെ നമ്മൾ ഇത് വാങ്ങിയിട്ടുണ്ട്, ഉള്ളിത്തണ്ട് ഉപ്പേരി. ഉള്ളിത്തണ്ട് ഉപ്പേരി ഇഷ്ടമുള്ളവരാരൊക്കെയാ? എനിക്ക് ഇഷ്ടം ഉള്ളിത്തണ്ടിൻ്റെ ഉപ്പേരി. ഫ്രിഡ്ജ് ഇതാട്ടോ, ഫ്രിഡ്ജ് ഫുൾ കാലിയാണ്. നമുക്ക് ഇതിൽ കയറ്റി വെച്ച് കൊടുക്കാം. അങ്ങനെ ഫ്രിഡ്ജ് നിറഞ്ഞു. അവിടെ കട്ടെ. ഞാൻ വെള്ളരി എടുത്തിട്ടോ കുഞ്ഞാ? ഇതൊന്നും ഒന്നുമില്ല കേട്ടോ, ഫ്രിഡ്ജിലൊന്നും ഒരു സാധനമില്ല. പിന്നെ ഒരു പോപ്കോൺ ഉണ്ടാക്കുന്ന ഇത് വാങ്ങിയിട്ടുണ്ടോ, ഇതിന് വൈകുന്നേരം ഉണ്ടാക്കി കൊടുക്കണ്ടേ. തൈര് കൂടെ വെച്ചിട്ടുണ്ട്. വെള്ളരി ഇതാ, വെള്ളരി ഇവിടെ നിന്നോട്ടെ. ഓക്കെ. പിന്നെ ചിക്കനില്ല, നമുക്ക് കറിയൊക്കെ ഉണ്ടേ, അപ്പോൾ പിന്നെ ഫ്രിഡ്ജ് അടയ്ക്കാം. ഗൈസ് അങ്ങനെ നമ്മളിത് ചോറിന് അരി ഇട്ടിട്ടുണ്ട്. റേഷൻ അരിയാണ് കേട്ടോ, അപ്പോൾ വേഗം തന്നെ ആവും. ഇനി നമുക്ക് ചിക്കന് വെക്കണം കേട്ടോ. അപ്പം ഇനി ചിക്കൻ നന്നാക്കണം. ഇതാ നമ്മൾ ചിക്കൻ വേഗം നന്നാക്കി എടുത്തിട്ട് വേഗം വരാം കേട്ടോ. കഴുകി എടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ ഒറ്റൊരു വേഗം വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം തക്കാളി, പച്ചമുളക്, ഉള്ളി ഇതെല്ലാം കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് സമയമില്ലാത്ത സമയങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു തട്ടിക്കൂട്ട് ചിക്കൻ കറിയാണ്. എല്ലാം കൂടി കുക്കറിലിട്ടിട്ട് വിസിലടുപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കൂടിപ്പോയത് തന്നെ ഉപ്പ്. പിന്നെ മല്ലിപ്പൊടി, എല്ലാ പൊടികളും ഇതിൽ തന്നെ ഇട്ട് കൊടുക്കുന്നു കേട്ടോ. മല്ലിപ്പൊടി 1.5-2 ടീസ്പൂൺ ഇടാം. 2. പിന്നെ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ. പിന്നെ മുളക് പൊടി 2 ടീസ്പൂൺ മുളക് പൊടി. അപ്പം പിന്നെ ചിക്കൻ മസാല ഇങ്ങനെ ഏകദേശം ഒരു കണക്കിൽ ഇങ്ങനെ അങ്ങോട്ട് ഇടും കേട്ടോ. ഓക്കെ. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. കൈ എല്ലാം നീറ്റിൽ കുഴയ്ക്കുക. നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ട് കൊടുക്കുക. ആഹാ, എന്താ കളറില്ലേ. കുരുമുളക് പൊടിയും കൂടി ഉണ്ടെങ്കിൽ ഉഷാറായേനെ. പക്ഷേ കുരുമുളക് പൊടി ഇല്ല, ഉണ്ടെങ്കിലും കുറച്ചേ ഇടുള്ളൂ. കാരണം ദിവമൊക്കെ എരിവ് കൂട്ടാത്തൊരു സാധനമാണത്. എരിവ് തീരെ ഇഷ്ടമല്ല. ആകെ ഇഷ്ടമുള്ളൊരു കറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചിക്കൻ കറി മാത്രമേ ഇഷ്ടമുള്ളൂ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് മതിയായിരിക്കൂല കുഞ്ഞ്? ഇത് മതി. ഗ്യാസ് കത്തിച്ച് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇനി 2 വിസിലിൻ്റെ കട്ടയും കൂടി ഇട്ടിട്ടുണ്ട്. ഒരു 2 വിസിലടിച്ചിട്ടുണ്ട്. നമുക്ക് ഓഫാക്കി വെക്കാം കേട്ടോ. ഇനി ചോറ് ഇതവിടെ തിളച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമുക്കിനി വറുക്കാം. അങ്ങനെ നമ്മളെ കുക്കർ ചിക്കൻ കറി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് തിന്നാം. ചോറൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വേഗം ചോറിന്നിട്ട് വരാം. ഇവമോൾ എന്തിനാ കരഞ്ഞേ? മനസ്സിലായിരുന്നില്ല. എന്നിട്ടിപ്പൊ നീ എന്തിനാ വാരി തിന്നുന്നേ? ഞാൻ വാരി തരാന്ന് പറഞ്ഞേരോ. ചിക്കൻ കറി ടേസ്റ്റ് ഉണ്ടോ?
ഇങ്ങോട്ട് നോക്ക് നോക്ക്, ടേസ്റ്റ് ഉണ്ടോ? അപ്പം നമ്മളെ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. അപ്പം ഒരു ദിവസത്തെ ചെറിയൊരു വ്ളോഗാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞൊരു ഉറക്കമൊക്കെ പാസ്സാക്കണം. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ കൊടുത്ത് പ്രസ് ചെയ്യുക. ഒന്നുകൂടി പറയും, ബെൽ ബട്ടൺ കൊടുത്ത് പ്രസ് ചെയ്യുക. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ടാറ്റാ ബൈ ബൈ, സീ യു.